താബൂക്ക് സനയ്യ യൂണിറ്റ് മെമ്പർ മലപ്പുറം തിരുനാവായ വലിയപറപ്പൂർ സ്വദേശി ജിത്തുവിന് ജോലിസ്ഥലത്ത് വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് തബൂക്ക് കിങ് ഖാലിദ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ നാട്ടിലെത്തിച്ചു. സ്പോൺസർ ഇക്കാമ പുതുക്കി നൽകാനോ വേണ്ട ചികിത്സ നൽകാനോ ആശുപത്രി ബിൽ നൽകാനോ തയ്യാറായിരുന്നില്ല. തുടർന്ന് മാസ് താബൂക്കിന്റെ ജീവകാരുണ്യ വിഭാഗം കൺവീനർ ഉണ്ണി മുണ്ടുപറമ്പ് പ്രശ്നത്തിൽ ഇടപെടുകയും ആശുപത്രി ബിൽ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. മാസ്ഷാർജ എല്ലാ വർഷവും ഇതുപോലെ നമ്മളിവിടുത്തെ ലേബർ ക്ലാസ്സിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. പ്രധാനമായിട്ടും ലേബേഴ്സിനായിട്ടുള്ള ഇവിടുത്തെ ലേബർ ക്യാമ്പിലെ ആളുകളാണ് അതിനകത്ത് പങ്കെടുക്കുക. ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള മെഡിക്കൽ സെൻ്ററുകളുടെ സഹായത്തോടെയാണ് മാസ്ഷാർജ സംഘടിപ്പിക്കാറ്. ഭൂരിഭാഗം ആളുകളിൽ, അതായത് 90% പരിചയപ്പെട്ടവരിൽ 90% ആളുകൾ പല വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ ആരോഗ്യത്തിൽ കിഡ്നിക്ക് പോലും എഫക്റ്റ് ആകുന്ന രീതിയിലുള്ള ഒരു രംഗമാണ് കാണാൻ പറ്റിയത്. അത് നമ്മൾ തന്നെ തുടക്കം മുതൽ ശ്രദ്ധിച്ച് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ, വെള്ളം കുടിക്കും, വെള്ളം, ഭക്ഷണം, അതുപോലെ തന്നെ പാർപ്പിട സൗകര്യങ്ങൾ, ഇതൊക്കെ മെച്ചപ്പെടുത്താൻ സ്വയം മുന്നോട്ട് വന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സന്ദർഭത്തിലുണ്ട്. ഇനിയും വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലാത്ത ജോർജിനു വേണ്ടി അമ്മ പറഞ്ഞ വാക്കുകൾ കൊല്ലത്തെവിടെയോ ജീവിക്കുന്ന ജോർജിന് പ്രവാസലോകം സമർപ്പിക്കുന്നു. പലരെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അന്വേഷിച്ചപ്പോഴൊന്നും അവിടെ ഇല്ല. വിളിക്കുകയൊക്കെ ചെയ്തു. രാത്രി സുഖമായി കിടന്നപ്പം വിളിച്ചു. അത് കഴിഞ്ഞ് ഒരെഴുത്ത് വന്നു. അത് കഴിഞ്ഞ് ഇനി എഴുത്തൊന്നും വന്നിട്ടില്ല. എന്നായിരുന്നു എഴുത്ത് വന്നത്? 4 കൊല്ലമായില്ല. 10 കൊല്ലം ആയതാണ്. 5-6 കൊല്ലമായി എഴുത്ത് വന്നിട്ട്. പിന്നെ ഒരു എഴുത്തും വന്നിട്ടില്ല. ഇവർക്ക് ആരെങ്കിലും സഹായം ഉണ്ടോ? ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. എംബസിയിൽ അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടില്ല. എംബസിയിൽ ഇവിടുന്ന് നിങ്ങൾ കത്തയച്ചല്ല നിങ്ങൾ 2 മക്കൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. നിങ്ങൾ ഇന്ന് ചെന്ന ഉടനെ തന്നെ നാളെ മലേഷ്യയിലല്ലേ? മലേഷ്യയിലെ ഇന്ത്യൻ എംബസിക്ക് കത്തയക്കണം, അംബാസഡർക്ക്. ഞങ്ങളെ 2 മകൻ ഓരോരുത്തരും, എൻ്റെ മകൻ ഇന്ന കാലം തൊട്ട് ഇന്ന ജയിലിൽ കിടക്കുന്നുണ്ട്, എന്താണെന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് അവരെ നാട്ടിലേക്ക് അയക്കാനുള്ള ഏർപ്പാട് ചെയ്ത് തരണം എന്നിട്ട് നിങ്ങളൊരു കത്തയക്കണം. ശരി. നിങ്ങളെ MP ഉണ്ടെങ്കിൽ അവരെ കൂടെ ഒരു കത്ത് കവറിംഗ് ലെറ്റർ വെച്ചിട്ട് അയച്ചാൽ നന്നായി. ആര് നിങ്ങളെ MP സമ്പത്താ? അല്ല, എവിടുത്തെ നമ്മുടെ ആന്റണി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവറിംഗ് ലെറ്ററും കൂടി വെച്ചാൽ വളരെ ഉത്തമമായി. എന്തായാലും നാളെ അയച്ചിരിക്കണം. ആന്റണിക്ക് പരാതി കൊടുത്താൽ ഞാൻ അല്ല, ഈ എംബസിയിലേക്ക് നിങ്ങൾ പരാതി അയച്ചിരിക്കണം. നിങ്ങളുടെ മകൻ്റെ പാസ്പോർട്ട് നമ്പർ, നിങ്ങളറിയുന്ന ജയിൽ, ഇന്ന ജയിലിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരതിൻ്റെ അന്വേഷണത്തിൻ്റെ എന്താണ് വിവരം എന്ന് അറിയും. പിന്നെ ആരെങ്കിലും ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെന്ത് കുറ്റത്തിനാണ് അവിടെ കിടക്കുന്നതെന്ന് അറിഞ്ഞാൽ തിരക്കില്ല. മനസ്സിലായില്ലേ? ഇവരെന്താ എവിടെയാ ഇപ്പോൾ ഉള്ളത്? രണ്ടാളും ജയിലിലാണ്. അതെ, ഞാൻ ജയിലിലാണ്, യാതൊരു സംശയമില്ല. അവിടെ ആ ജയിലിന്റെ സ്ഥലം എന്താണ്? അവിടെ ആ ജയിലില് എന്താ പേര്? സിയപ്പു. ഒരിക്കല് കുടുങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പോകുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും രേഖകളും ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണവും വേണം എന്നാണ് നാട് വിട്ടു പോകുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ആളുകൾ കുടുങ്ങിപ്പോയിട്ട് സ്വന്തം ജീവിതം ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അവരറിയാത്ത കാര്യത്തിൽ. പക്ഷേ നമ്മൾ ജോലി തേടി പോകുമ്പോൾ ജോലി തേടിയിട്ടാണ് പോകുന്നത്, മറ്റുള്ള ഇതിനല്ല നമ്മൾ പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഓരോ രാജ്യത്തിനും ഓരോ നിയമവ്യവസ്ഥതയുണ്ട്. അന്തർദേശീയമായിട്ട് എല്ലാ രാജ്യത്തും ഒരു ചില വ്യവസ്ഥിതികളുണ്ട്. അതൊക്കെ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പോയ ആളുകളുടെ കുടുംബങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വന്നിരിക്കുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗം, ഞങ്ങളുടെ പ്രവർത്തകർ പോയിട്ട് എംബസിയിൽ പോയിട്ട് നിങ്ങളുടെ കുടുംബത്തെ, മക്കളെ സഹായിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം.